ലോകം ഒരു പന്തിനോളം ചുരുങ്ങിയ ആവേശ കാഴ്ചകളാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നമുക്ക് സമ്മാനിച്ചത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഒന്നിച്ചാഘോഷിച്ച നിമിഷങ്ങൾ. അതിൻ്റെ ഫൈനൽ മത്സരം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ എങ്ങനെയാണോ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്നത്, അതേ ആരവത്തോടുകൂടി തന്നെ നമ്മുടെ നാട്ടിലും നടന്നു. അതിന് അവസരമൊരുക്കിയത് കണ്ണൂർ കോർപ്പറേഷനാണ്. ഈ നാട്ടിലെ ഓരോ ഫുട്ബോൾ പ്രേമികൾക്കും ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാനുള്ള അവസരമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഒരുക്കിയത്. വികസനത്തിനൊപ്പം ലഹരിക്കെതിരായ പോരാട്ടം കൂടി ഏറ്റെടുക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ ചെയ്തത്. ജീവിതമാണ് ലഹരി, കളിയാണ് ലഹരി തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തെ ആരവത്തിലേക്ക് ഉയർത്തുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഒക്കെ തന്നെ നമ്മളോടൊപ്പമുണ്ട്. സെക്രട്ടറി ഉണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. എല്ലാവരും ഈ ഫുട്ബോൾ ആരവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇന്നലെ ഈ മത്സരം കാണുന്നതിന് വേണ്ടി ഇന്ന് പുലർച്ചെ ജവഹർ സ്റ്റേഡിയത്തിലെത്തിയ ജനാവലി തന്നെയാണ്. ഏതാണ്ട് 10,000-ത്തിലധികം ആളുകൾ അവിടെ തടിച്ചുകൂടുന്ന ഒരു അവിടെ നടക്കുന്ന കളി എങ്ങനെയാണോ ജവഹർ സ്റ്റേഡിയത്തിൽ ഒരു മത്സരം നടക്കുമ്പോൾ അതേ ആരവത്തോടു കൂടി തന്നെ ബിഗ് സ്ക്രീനിൽ ആ മത്സരം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു നേട്ടം. നമുക്ക് ഈ ഘട്ടത്തിൽ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അവരുടെ ടീം ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് കണ്ണൂർ കോർപ്പറേഷന്. അതായത് എങ്ങനെയാണോ ഒരു മത്സരം കാണുന്നതിനുള്ള ആവേശം എന്താണോ ആ ആവേശമൊക്കെ തന്നെ നമ്മൾ ഇന്ന് പുലർച്ചെ ജവഹർ സ്റ്റേഡിയത്തിൽ കണ്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. അത്രയധികം ആളുകളാണ് ഇന്നലെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞത്. 10 മണിക്ക് ഞാൻ 10 മണിക്ക് മുന്നേ അവിടെ എത്തിയിരുന്നു. അപ്പം തന്നെ അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ ആളുകൾ തള്ളിക്കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്രയും അധികം ആളുകൾ അവിടെ വന്നു. നമുക്ക് സത്യം നമ്മൾ ഈ ഒരു ലോകകപ്പ് വന്നപ്പോൾ ഇതിനു മുന്നേ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ആലോചിച്ചത് ഇത്തവണയാണ്. പയ്യാമ്പലം ബീച്ചിൽ നടത്താമെന്ന് വിചാരിച്ചപ്പോൾ മഴയും പ്രശ്നമെല്ലാം ആയതുകൊണ്ട് പിന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ച് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആലോചന നടത്തി. അപ്പോൾ NNS ഇവൻ്റ് അവർ നല്ല സഹകരണമായിരുന്നു. അയാളും ഞങ്ങളോടൊപ്പം നിന്നത് കൊണ്ടാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം നമ്മളോടൊപ്പം നിന്നുകൊണ്ട് എല്ലാം എന്തൊക്കെ ഒരു ദിവസത്തെ കളിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, നമ്മൾ വരുന്ന ആളുകളെ അവരെ സന്തോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഗെയിമുകൾ അതിനൊരു എൻ്റർടൈൻമെൻറ്റ് വേറെ കൊടുത്തുകൊണ്ടും അതിന് പ്രോത്സാഹന സമ്മാനം കൊടുത്തുകൊണ്ടും അങ്ങനെ ഏതെല്ലാം പിന്നെ DJ പാർട്ടി, പാട്ടുകൾ, ഗസൽ, അങ്ങനെ എല്ലാ വെറൈറ്റി ആയിട്ടുള്ള സംഗതികളൊക്കെ അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടി ആസൂത്രണം ചെയ്തു. അത് ഇത്രയധികം വിജയമാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. കാരണം ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ സ്ക്രീനുകളൊക്കെ വെച്ചുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ജില്ലക്ക് പുറത്തുനിന്ന് പോലും ആളുകൾ കേരളത്തിലെ ഏറ്റവും വലിയ ബിഗ് സ്ക്രീനിൽ കാണിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനാണ്. എനിക്ക് തോന്നുന്നു ഒരു ലോക്കൽ ബോഡിയും ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്തിട്ട് ജനങ്ങൾക്ക് കളി കാണാൻ ഒരുമിച്ചിരുന്ന് ആഘോഷപൂർവ്വം ആഹ്ലാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒരു കൂട്ടായ്മയിൽ കളി കാണാൻ അവസരമൊരുക്കിയത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ്. അപ്പോൾ അത് നമ്മളുടെ കൂട്ടായ പ്രവർത്തനമാണ്. നമ്മുടെ ഡെപ്യൂട്ടി മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഞങ്ങളുടെ ഓരോ കൗൺസിലർമാർക്ക് നമ്മുടെ കൗൺസിലർമാരെല്ലാം എടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഒരു തെറ്റായ ഒരു സമയത്ത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് എല്ലാവർക്കും അതിൽ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ, നമ്മുടെ കൗൺസിലർമാർ അവർ ചെയ്ത ആ ത്യാഗം, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾ അവിടെ വന്നിട്ടില്ലെങ്കിൽ കൂടി അവരാണ് ഇതൊക്കെ നിയന്ത്രിച്ചത്. അവരുടെ ആ പ്രവർത്തനം നമുക്ക് വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് ഒരു ധൈര്യമാണ്. നമ്മുടെ ചുറ്റും നല്ല ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറയുന്ന പോലെ നമ്മുടെ കൂടെയുള്ള കൗൺസിലർമാർ, അവരുടെ എഫേർട്ട്, അവർ രാവും പകലും ഉറക്കൊഴിഞ്ഞുകൊണ്ടാണ് അത് കൂടെ നിന്നത്. അത് വൻ വിജയമായിരുന്നു എന്നുള്ളതാണ്. അതിൽ നമുക്ക് വലിയ സന്തോഷം തന്നെയാണ്. സാമ്പത്തിക ബാധ്യത കൂടി വരുന്നുണ്ടല്ലോ ഇതിൽ. സാമ്പത്തിക ബാധ്യത, വലിയ ബാധ്യതയുണ്ട്. പക്ഷേ അതിന് കണ്ണൂർ വിഷനെ പോലത്തെ ആളുകൾ നമ്മളോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ആളുകളാണ് കണ്ണൂർ വിഷനൊക്കെ. അപ്പോൾ ദസറ വരുമ്പം ആദ്യം നമ്മൾ കാണുന്നത് കണ്ണൂർ വിഷനെയാണ്. ഇതും നമ്മൾ മനസ്സിൽ കണ്ടത് കണ്ണൂർ വിഷനാണ്. ആ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ നിന്ന് ലഭിക്കും. എന്തായാലും എല്ലാവരും നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു ഹൈജാക്ക് നടന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം കണ്ണൂർ വാരിയേഴ്സാണ് ഇതിൻ്റെ സ്പോൺസർ എന്നുള്ള നിലയിൽ ഒരു വാർത്ത ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു. പക്ഷേ അത് തെറ്റായ ഒരു പ്രചരണമാണ്. അങ്ങനെ ഒരു കണ്ണൂർ വാരിയേഴ്സും ഞങ്ങളുടെ ഈ ബിഗ് സ്ക്രീനും
തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതും, അതുപോലെ KFA കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആളുകളും ഒരു തരത്തിലുള്ള സഹായ സഹകരണം അവിടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. വിഷമമുണ്ടാക്കിയോ? തീർച്ചയായും. കാരണം ഞങ്ങളുടെ ഒരു ഫുട്ബോൾ കണ്ണൂർ വാരിയേഴ്സ് എന്ന് പറയുന്നത് വലിയ ഒരു ഫുട്ബോൾ ടീമിനെ സമ്മാനിച്ച ആളുകളാണ്. അവരുടെ ഹോം ഗ്രൗണ്ടാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുത്ത ഒരു സഹായവും നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ടായെന്ന് മാത്രമല്ല, അതും നമുക്ക് ആവേശം തന്നു. അവരുടെ ആ നെഗറ്റീവാണ് നമുക്ക് ഇത്രയധികം ആവേശം തന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടുതലും നമുക്ക് സഹായിക്കാൻ ആളുണ്ടായി എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ 1 കോടി രൂപയോളം ചെലവഴിച്ച് നമ്മൾ കണ്ണൂർ ദസറ നടത്തുന്ന കണ്ണൂർ കോർപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് കണ്ണൂരിലെ ജനങ്ങൾ നമ്മളെ സ്വീകരിക്കും, അത് നമുക്ക് യാതൊരു സംശയവുമില്ല. നാളുകളിലും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ആളുകൾ ഇത്രയും അധികം 10,000-ഓളം ആളുകൾ എത്തി, അത് നിങ്ങളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ശരിക്കും ഇന്നലത്തെ കാണികൾ ഞങ്ങൾ ആ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ ലൈറ്റുകളും ഓഫ് ചെയ്തിട്ട് മൊബൈൽ ലൈറ്റ് കാണിച്ചിരുന്നു. അതാണ് കാണേണ്ടത്. അതൊരു സാഗരമായിരുന്നു. ആ മൊബൈൽ ലൈറ്റ് എന്ന് പറയുന്നത് വലിയ സാഗരമായിരുന്നു. കലക്ടറും അവിടെ വന്നിട്ടുള്ള ചീഫ് ഗസ്റ്റുകളൊക്കെ ഞെട്ടിത്തെറിച്ചു. നമ്മുടെ MLA ഉണ്ടായിരുന്നു, എല്ലാവരും ഞെട്ടിത്തെറിച്ചു വരുന്നു. അത്രമാത്രം ഒരു ജനസാഗരം. ഒരു സന്ദേശം നൽകാനുള്ള കൂടി ഈ വേദിയായിട്ട് ഞങ്ങൾ അതിനെ കണ്ടു. പക്ഷേ അർജന്റീന നിരാശപ്പെടുത്തി കളഞ്ഞു. അതൊരു വല്ലാത്ത വീട്ടിലെ ലാസ്റ്റ് കളി കഴിയുന്നതിന് മുന്നേ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. കാരണം അർജന്റീന നമ്മളെ എന്താ പറ്റിയ അർജന്റീനക്കെന്ന് അറിയില്ല. ഇന്നലത്തെ കളി വളരെ മോശമായിരുന്നു. പക്ഷെ ശരിക്കും ഞാൻ ഒരു അർജന്റീന ഫാൻ ആണെങ്കിൽ കൂടി ഇന്നലത്തെ കളി ജയിക്കേണ്ടത് സ്പെയിനാണ്. അത് ആ സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യും. കാരണം അത്ര നല്ല ഒരു കളി സ്പെയിനിൻ്റെ കളി, ഒരു ഫൗളില്ലാതെ അവരെ ബോൾ പാസിങ് എല്ലാം ഒന്നും ഒരു നെഗറ്റീവ് പറയാനില്ലാത്ത അത്ര നല്ല കളിയായിരുന്നു ഇന്നലത്തെ സ്പെയിനിൻ്റെ. അവർ ജയിക്കേണ്ടത് അവരുടെ കളിയുടെ റിസൾട്ടാണ്, അല്ലാതെ വേറെ ഒരു ഔദാര്യമല്ല, അവരുടെ കളിച്ച് ജയിച്ചതാണ്. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഡെപ്യൂട്ടി മേയർ KP താഹിർ കൂടി. ഏതായാലും കണ്ണൂർ കോർപ്പറേഷൻ ഏറ്റെടുത്ത ഈ പോരാട്ടം അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിലുള്ള ഒരു സന്തോഷം എങ്ങനെയാണ്? ജനങ്ങൾ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ജനങ്ങളെ ഏറ്റെടുത്തു. കോർപ്പറേഷൻ്റെ അകത്ത് മാത്രമല്ല, ജനങ്ങൾ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ജനങ്ങളും. ഇതിലൊരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യമായിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. ഞാൻ പൊതുവെ കളിനോട് വല്ലാത്ത സ്പിരിറ്റിലാണെങ്കിലും ജയിക്കുന്ന ടീമിൻ്റെ ഒക്കെ കൂടുന്ന ഒരാളാണ്. ഇന്നലെ ഞാൻ ജയിച്ച ടീമിൻ്റെ ഇന്നലെ ഞാൻ സ്വാഭാവികമായിട്ടല്ലേ ജയിക്കുന്ന ആളെ കൂടെ കൂടുന്ന ഒരു ഇതാണ് എൻ്റെത്. ഏതായാലും ജയിച്ച ടീമിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് വലിയ സങ്കടമൊന്നും അർജന്റീന തൊട്ടുകൊണ്ടില്ല. ഏതായിരുന്നാലും വലിയൊരു മുന്നേറ്റമാണ് കോർപ്പറേഷൻ്റെ നടന്നത്. ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത നേരത്തെ മേയർ പറഞ്ഞതുപോലെ കണ്ണൂർ വിഷൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ അറിയപ്പെടുന്നൊരു സ്വകാര്യ ചാനലാണ് അത് കേരളത്തിൽ. അപ്പോൾ കണ്ണൂരിൽ എന്താണെന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയ കൊണ്ട് അതിൻ്റെ മുഴുവൻ ചെലവ് ഏറ്റെടുക്കണം എന്നാണ്. എന്തായാലും റിജിൽ മാക്കുറ്റി നമ്മുടെ ഈ അർജന്റീനയുടെ ഒരു ബ്രാൻഡ് അംബാസഡറായി കണ്ണൂരിൽ നിന്നത് റിജിൽ മാക്കുറ്റിയാണ്. റിജിൽ, ഇന്നലെ നിങ്ങൾ ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾക്ക് മുന്നിൽ ആഘോഷിക്കാൻ നിന്നതായിരുന്നല്ലോ, നിരാശയുണ്ടായി അല്ലേ? തീർച്ചയായും നിരാശ എങ്ങനെയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അപ്പുറത്തെ ആൾ ക്വാർട്ടർ പോലും എത്താതെ പരാജയപ്പെട്ടവരാണ്. അവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആവേശക്കാരായി വന്നത്. ഞങ്ങൾ ഫൈനൽ വരെ എത്തി. പക്ഷേ ഇന്നലത്തെ കളി മേയർ പറഞ്ഞതുപോലെ നിരാശാജനകമായിരുന്നു. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കളി പടക്കമൊക്കെ എന്ത് ചെയ്തു? പടക്കം എന്നിട്ട് ഇവർ തിരിച്ച് അവിടെ പൊട്ടിച്ചു. മറ്റേ അർജന്റീന തോറ്റപ്പോൾ പിന്നെ മുഴുവൻ ആളുകൾ അർജന്റീനക്ക് എതിരാണല്ലോ. അപ്പോൾ പകുതി വിലക്ക് വെച്ചിട്ട് അവർ ബ്രസീലുകാരൊക്കെ ചേർന്ന് പൊട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ ഒരു മേയർ ടീം, നമ്മുടെ ടീമായിരുന്നു ഇത് നമ്മൾ നടത്തിയത്. കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലെ ആൾക്കാരുൾപ്പെടെ മലപ്പുറത്തുൾപ്പെടെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു മെസ്സേജാണ്. ആ മെസ്സേജ് കളി മാത്രമല്ല, ലഹരിക്കെതിരായി നമ്മളെ ചെറുപ്പക്കാരെ അണിനിരത്തുക എന്നുള്ള വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തദ്ദേശഭരണ സ്ഥാപനം നിൽക്കുകയും ജനായിരങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു വലിയ ആവേശം നമുക്ക്. ശരിക്കും ഒരു ബിഗ് സ്ക്രീൻ പോരാ എന്നുള്ള രീതിയിലേക്ക് വന്നു കാര്യങ്ങൾ. സ്റ്റേഡിയത്തിൽ ഒരു 3-4 ബിഗ് സ്ക്രീൻ ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ലക്ഷങ്ങൾ വരുന്നു. കാരണം മഴയായതുകൊണ്ട് മാത്രം. മഴയല്ലായിരുന്നുവെങ്കിൽ, മഴക്കാലമല്ലായിരുന്നെങ്കിൽ 4-5 ബിഗ് സ്ക്രീനുകൾ ഇത് വിട്ടാൽ കണ്ണൂർ നഗരത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ജനനിബിഡായിരുന്നു. അത് കണ്ണൂർ കോർപ്പറേഷന് മാത്രമാണ്. ഇത് മേയർ പറഞ്ഞതുപോലെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഓൺ പരിപാടിയാണ്. ആ പരിപാടിക്ക് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു, കളിക്കാർ ഞങ്ങളോടൊപ്പം നിന്നു. അവർ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ കോർപ്പറേഷന് തീർച്ചയായും അവരോടൊപ്പം തന്നെ ഞങ്ങളുണ്ടാവും. സെക്രട്ടറി, ഇത്തരമൊരു കാര്യം ഏറ്റെടുക്കുമ്പോൾ ഒരു ഭയം ഒക്കെ ഉണ്ടായിരുന്നോ? കാരണം ഇതിൻ്റെയൊക്കെ ബാധ്യത വരേണ്ടത് സെക്രട്ടറിയുടെ തലയിലേക്കൊക്കെ ആയിരിക്കും.
നമ്മൾ ഇതിലെ ഇപ്പോൾ ഒരു സ്റ്റേജ് നിർമ്മാണം നടത്തിയെങ്കിൽ പോലും ആ സ്റ്റേജിൽ നമ്മളൊരു 12ഓളം പരിപാടികൾ ഓൾറെഡി നടത്തിയിട്ടുണ്ട്. ആ പരിപാടി എന്ന് പറയുന്നത് വിവിധ രീതിയിൽ സർക്കാർ അനുവദിച്ച നിരക്കുകളുള്ള ചിലവുകൾ അതിൽ നിന്ന് എടുക്കുന്നതിനും ബാക്കിയുള്ള തുക സ്പോൺസർഷിപ്പിൽ കണ്ടെത്തുന്നതിന് വേണ്ടി കണ്ണൂർ ജനങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട്. സെലക്റ്റീവായിട്ടുള്ള ആളുകൾ നല്ല രീതിയിൽ സഹായിച്ചു. നമ്മുടെ ഈവൻ കേരള വിഷൻ, കണ്ണൂർ വിഷൻ അടക്കം അതിനുള്ള ഒരു അവരുടേതായ രീതിയിലൊരു എയ്ഡും കൂടി ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെയല്ല എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പൊതുജനങ്ങളുടെ നിന്നും എല്ലാ രീതിയിലും നമുക്ക് സഹകരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ആണെങ്കിലും മറ്റുള്ള കേസുകളിൽ നിന്നും ഒരു രീതിയിലും വിഷയങ്ങളുണ്ട്. ശാന്തമായി സമാധാനപരമായ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ ചുറുചുറുക്കായ യങ്സ്റ്റേഴ്സായ കൗൺസിലേഴ്സ് ഈ വർഷത്തെ കൗൺസിലർ പ്രത്യേകത തന്നെയാണ്. അവരുടെ ഒരു ഏണസ്റ്റ് എഫേർട്ട് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. കാരണം അവരാണ് ഇതിനെ നിയന്ത്രിച്ചതും നയിച്ചതും. നമുക്ക് ഒരു അത്രത്തോളം കോൺഫിഡൻസും എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നത് അവരാണ്. അവരുടെ ആ ഒരു ആവേശം ഒരു കടലായിട്ടാണ് പിന്നീട് അത് മാറിയത്. അത് വല്ലാതൊരു ആദ്യമായിട്ടാണ് കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു പ്രോഗ്രാം ഇത്രയൊരു ക്യാമ്പയിൻ മോഡിലേക്ക് പോയി ഇത്ര രീതിയിലൊരു മാറ്റം. അതും നമ്മുടെ പുതിയ മേയർക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ്, മേയറുടെ ലക്കാണ്. അതിന് സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ രീതിയിലും ഡെപ്യൂട്ടി മേയർ ആണെങ്കിലും നമ്മുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണെങ്കിലും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ക്ഷേമവും എല്ലാവരും ഒത്തൊന്നായ രീതിയിൽ ഇതിനെ ഒത്തൊരുമയോടുകൂടി നടത്തിയത് കൊണ്ടുള്ള ഒരു എഫേർട്ടാണ്. അതിന് എല്ലാ രീതിയിലെ ഭാഗങ്ങളും നമുക്ക് ഉദ്യോഗസ്ഥ ലെവലിൽ ഒരുപാട് ഹഡിൽസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടും സഹായം പൊതുജനപ്രതിനിധികൾ നമുക്ക് ലഭിക്കുന്നുണ്ടായി. അത് വലിയൊരു കാര്യമാണ്. എത്ര പറഞ്ഞാലും വരില്ല. നന്ദി. എന്നാലും വിനു സി കുഞ്ഞപ്പൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ സെക്രട്ടറിയാണ്. നമ്മളൊപ്പം ബ്രസീലിൻ്റെ നേരത്തെ പോയ അംബാസിഡറായി നിന്ന റിഷം സന്തോഷമായില്ലേ അർജന്റീന തോറ്റപ്പോൾ? അല്ല, അർജന്റീനക്ക് ഇപ്രാവശ്യം റഫറിയുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം റെഡ് കാർഡ് കൊടുക്കേണ്ടത് തന്നെയാണ് ഇന്നലെ കൊടുത്തത്. റെഡ് കാർഡ് തീർച്ചയായും നൽകേണ്ടത് തന്നെയാണ്. കാരണം ഇന്നലെ മുഴുവൻ സമയവും കളിച്ചതും സ്പെയിൻ തന്നെയാണ്. ഒരു ഷോട്ട് പോലും ഇപ്പുറം സ്പെയിൻ ഗോളി ഉറങ്ങുകയായിരുന്നു അല്ലേ? അതെ, ഗോളി ഇപ്പോൾ ട്രോള് കണ്ടിട്ടുണ്ടാവും, തൊട്ടിൽ കെട്ടി ആടിയതാണ് ഗോളി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നലെ കളിയും. ശരിയായ എതിരാളികൾക്ക് മുമ്പിൽ അർജന്റീന ബിഗ് സീറോ ആയതാണ്. 10,000-കണക്കിന് ആളുകൾ. അല്ല, ബ്രസീൽ ശരിയായ എതിരാളിയല്ല എന്നുള്ളത്. സെമി ഫൈനലിൽ എത്തിയാൽ അർജന്റീന ഒരു ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഈ ഇതിന്റെ ഒരുക്കത്തിൽ. തീർച്ചയായും അത് തരണം. അത് തീർച്ചയായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തരേണ്ടതാണ്. ഇപ്പോൾ ഫൈനലിൽ തോറ്റതുകൊണ്ട് കിട്ടില്ല എന്നായോ? കാരണം അർജന്റീന എങ്ങനെയാണ് ഫൈനൽ വരെ എത്തിയതെന്ന് കൃത്യമായിട്ട് അറിയാം. ഏതൊക്കെ ചെറിയ ടീമുകളായിട്ടാണ് കളിച്ചതും അതുപോലെ തന്നെ റഫറിന്റെ സപ്പോർട്ടും. ജർമ്മൻ ഫുട്ബോൾ കളിക്കാൻ ഈ ഫൈനൽ ആയതുകൊണ്ട് പിന്നെ കമ്മിറ്റിക്ക് അർജന്റീനയുടെ ആവശ്യമില്ലാത്തത് കൊണ്ട് തള്ളി. അങ്ങനെയാണോ? ഇനിയൊരു കളിയില്ലല്ലോ. ഇല്ല, ഇനി കളിയില്ല. നമ്മളെന്തായാലും ട്രീറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കും. പക്ഷെ അർജന്റീന കപ്പടിച്ചിട്ടില്ല. അതുകൂടി അർജന്റീന കപ്പ് കൂടി അടിക്കാത്ത ഇത്രയും വലിയ ഒരു ജനസഞ്ചയം അവിടെ വന്നത് അത് നിങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായും. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഫുട്ബോൾ കളിക്കാരെയും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്ന കണ്ണൂർ കോർപ്പറേഷൻ്റെ ലക്ഷ്യവും അതുപോലെ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ്റെയും ഭാഗമായിട്ടാണ് കണ്ണൂർ സ്റ്റേഡിയത്തെ ഏറ്റവും വലിയ ബിഗ് സ്ക്രീന് ഞങ്ങൾ ഒരുക്കിയത്. അത് ജനങ്ങൾ ഏറ്റെടുത്തു, എല്ലാവരും ഏറ്റെടുത്തു. ഭരണകൂടവും ഒക്കെ നമ്മുടെ ഭരണസമിതിയും കൗൺസിലർമാരും ഒക്കെ ഇതിന് മുൻകൈയെടുത്ത്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ ഇതിനൊരു ചാർജ് കൊടുത്ത ഒരു കൗൺസിലർ സഹദ്, അതുപോലെ ഷബീർ, അനൂപ്, ഫസ്ലീം, അങ്ങനെ അവരുടെ റോളുകൾ കൃത്യമായി നിർവഹിച്ചു. ഓരോ ദിവസവും ഓരോ പരിപാടികളുമായി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. മുഹമ്മദ് അലി, എന്താണ് നിങ്ങളുടെ ടീം ഏതായിരുന്നു? അർജന്റീന. എല്ലാവരും അർജന്റീന. പക്ഷേ കളിയാകെ നിരാശപ്പെടുത്തിയെങ്കിലും അവിടുത്തെ ആളുകളെ കണ്ടപ്പോൾ ഒരു ആവേശമായി. ഇന്നലത്തെ കളിയെ കുഴപ്പമായി, കുറച്ചൊരു മോശമായിട്ടുള്ളൂ. എന്നാലും ബാക്കിയൊക്കെ നല്ല ഉഷാറായിരുന്നു. പിന്നെ ഇന്നലെ സ്പെയിന് നല്ലോണം കളിച്ചു. ഒരു അർഹതപ്പെട്ട വിജയം തന്നെയാണ്. എന്തായാലും സ്പെയിനിനെ തുടക്കം മുതൽ തന്നെ പിന്തുണച്ച ഒരു കൗൺസിലറുണ്ട്, കണ്ണൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട്, ഷമീമ ടീച്ചർ. സ്പെയിൻ ഏതായാലും ജയിക്കുമെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു അല്ലേ? ഞാൻ ഇന്നലെ നമ്മളെ കളി തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂടെയുള്ള കൗൺസിലർമാർ ഉഷേച്ചി, അതുപോലെ ദീപ, നിസാമി, റഫ്ന, ഇവരെല്ലാം കൂടി നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ടീഷർട്ടൊന്നും ഇട്ടിട്ട് ഇവിടെ വന്നിരിക്കണ്ട. ഇന്ന് നമ്മൾ ഈ കപ്പ് സ്പെയിൻ കൊണ്ടുപോകുന്നത് എൻ്റെ കൂടെയുള്ള കൗൺസിലേഴ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളി കണ്ടപ്പോഴും സ്പെയിൻ അർഹതപ്പെട്ട ആവേശം വളരെ നല്ല. അതായത് അർജന്റീനൻ്റെ ആരാധകനായ നമ്മുടെ പൊതുമരാമത്ത് ചെയർമാൻ എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോന്നും പറയുന്നുണ്ട്, ഇതെന്താ കളിക്കുന്നേ,
അതേപോലെ തന്നെ എന്തായി പന്ത് കിട്ടിയില്ല മെസ്സിക്കൊന്നും. അതെ, കിട്ടാത്ത രൂപത്തിൽ നമ്മളെ സംബന്ധിച്ചുള്ള, അതായത് നമ്മുടെ മേയർ, നമ്മുടെ ഡെപ്യൂട്ടി മേയർ, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതോടൊപ്പം നമ്മുടെ കൗൺസിലേഴ്സ്, അതായത് നമ്മളെ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ വലിയൊരു ആത്മവിശ്വാസമാണ്. കാരണം ഇനി ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുന്ന പല പരിപാടികളും നമുക്ക് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നതാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആവേശം. എന്തായാലും അഡ്വക്കേറ്റ് സോന ജയറാം, അർജന്റീനയാണ് ടീം, തോറ്റുപോയി. പക്ഷേ ആളുകളുടെ ആവേശം, ആ ആവേശത്തിനൊപ്പം നിന്നു. ഒരു വലിയ സന്ദേശം നൽകാൻ കണ്ണൂർ കോർപ്പറേഷന് കഴിഞ്ഞു. അത് മുന്നോട്ട് കൊണ്ടുപോകും ഒരു ഊർജം നിങ്ങൾക്കും കിട്ടി ഈ കളിയിൽ. ഈ ഫാൻ പാർക്ക് എന്നുള്ളതിനെ നമ്മളെ മേയറിൻ്റെ ഒരു അതായത് മേയറാണ് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നതും, ഇങ്ങനെ പ്രൊപ്പോസൽ കൊണ്ടുവന്നതും. അതിനനുസരിച്ച് ബാക്കി എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ അത് നല്ലൊരു വിജയകരമായി. അത് വളരെയധികം സന്തോഷം. അർജന്റീന തോറ്റെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ പരിപാടി വളരെ വലിയൊരു വിജയമായത് വളരെയധികം സന്തോഷം തരുന്നു. നമുക്കൊരു ധൈര്യം, അല്ലെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം തരുന്നു. അനൂപ് ബാലൻ, നമ്മുടെ കൗൺസിലർ അനൂപ് ബാലൻ, ഈ വലിയ രീതിയിലുള്ള ഈ ആളുകളൊക്കെ ഇങ്ങനെ 10,000-കണക്കിന് ആളുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ഈ ഫാൻസുകൾ തമ്മിൽ ഏതെങ്കിലും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്കൊക്കെ പോകുമോ എന്നൊക്കെ ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു? ആദ്യം ഉണ്ടായിരുന്നു ആളുകളുടെ ഒരു കടന്നു വരവ്. പക്ഷേ അതൊക്കെ ഒരു നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരോടും ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും എല്ലാവരും ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ളൊരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ എല്ലാവരും ഏറ്റെടുത്തു. കണ്ണൂരിലെ സ്പോർട്സ് പ്രേമികൾ എല്ലാവരും ഒന്നടങ്കം കണ്ണൂരിലെത്തി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്നലെ ആളുകൾക്ക് കാണാൻ പറ്റാത്ത ആ പവലിയൻ ഫുള്ളായിരുന്നു. അപ്പോൾ അത്രയും നല്ലൊരു പരിപാടിയായിരുന്നു നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായത്. അതിൽ പങ്കെടുത്ത ആളുകൾക്കും നമ്മുടെ കോർപ്പറേഷൻ്റെ പേര് നന്ദി പറയുകയാണ്. ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേയർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ടീമാണ്, ആ ഒരു ടീമിൻ്റെ വിജയം തന്നെയാണ് ഈ പരിപാടിയുടെ ഒരു വിജയം. എന്തായാലും ഇന്നലെ കളിച്ച് അർജന്റീന പരാജയപ്പെട്ടതിൽ സങ്കടമുണ്ടെങ്കിലും സ്പെയിൻ നല്ലവണ്ണം കളിച്ചു. അതുതന്നെയാണ് അവരുടെ ആ ഒരു കപ്പ് മുത്തമിടാനുള്ള ഒരു സാഹചര്യം. എന്തായാലും കണ്ണൂർ കോർപ്പറേഷന് അഭിമാന മുഹൂർത്തം തന്നെയാണ് ഈ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരം. കഴിഞ്ഞ ഈ നോക്കൗട്ട് മത്സരങ്ങൾ മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ അവിടെ വലിയ ഫാൻ പാർക്ക് ഒരുക്കി അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഫുട്ബോൾ മത്സരം നേരിട്ട്, അതായത് ബിഗ് സ്ക്രീനിൽ കാണുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയത്. വലിയ ആരവത്തോടു കൂടി, അതായത് എങ്ങനെയാണോ ഒരു ഫുട്ബോൾ മൈതാനത്ത് ഏതൊക്കെ രീതിയിലാണോ ആരവമുയരുന്നത് അതേ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ആരവം ഉയർത്തിക്കൊണ്ട് തന്നെ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലും ഫുട്ബോളിൻ്റെ ഒരു ആരവം, അതും ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഒരു ആരവം ഉയർന്നു. മറഡോണ, അർജന്റീനയുടെ ഇതിഹാസ താരം മറഡോണ വന്നിറങ്ങിയ ഒരു മണ്ണുകൂടിയാണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം. ആ ജവഹർ സ്റ്റേഡിയത്തിൽ മറഡോണയുടെ പ്രതിമയ്ക്ക് സമീപത്ത് തന്നെ ഇരുന്നു കൊണ്ട് ആളുകൾ അർജന്റീനയുടെയും സ്പെയിനിൻ്റെയും ഫൈനൽ മത്സരം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനൊക്കെ അവസരമുണ്ടാക്കിയത് കണ്ണൂർ കോർപ്പറേഷനാണ്. വലിയ ഒരു എഫേർട്ട് ആ കാര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുത്തു, നാട് ഏറ്റെടുത്തു. 10,000-കണക്കിന് ആളുകളാണ് ഫൈനൽ മത്സരം കാണുന്നതിന് വേണ്ടി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ എത്തിയത്. ഈ അവസരത്തിൽ കണ്ണൂർ കോർപ്പറേഷന് ബിഗ് സല്യൂട്ട് നൽകുകയാണ് കണ്ണൂർ വിഷനും ഇത്തരത്തിലുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു അവസരമുണ്ടാക്കിയതിന്. അടുത്ത കാലവും അതായത് വരാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിലും ഇത്തരം സഹകരണങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.